ഹലോ, വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇപ്പം സമയം രാവിലെ 5 മണിയാണ്. രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ഒരു 6 മണി 6:30ഒക്കെയാണ് എൻ്റെ ഒരു സാധാരണ സമയം. പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് നേരത്തെ എഴുന്നേറ്റ് ശീലിക്കാമെന്ന് വിചാരിച്ചു. കാരണം അധികം തിരക്ക് പിടിക്കാതെ ജോലികളൊക്കെ നടക്കും. അപ്പോൾ രാവിലെ മോനൊരു കോഫി ഇട്ട് കൊടുക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയുടെ മാവ് ഒരു 3-4 ദിവസത്തേക്കുള്ളത് അരച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും റാഗിയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 പിടി റാഗിയും 2 പിടി ചെറുപയറും ഇന്നലെ രാത്രി തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് വാഷ് ചെയ്തിട്ട്. അപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട്, കുറച്ച് അളവല്ലേ ഉള്ളൂ, അപ്പോൾ ചെറിയ ജാറിലോട്ടിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ റാഗിയുടെ തൊലി കഴിക്കാൻ പാടില്ലെന്ന് പലരും പറയാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് കഴിക്കുമ്പോൾ വയറിന് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ, അതായത് ചിലർക്ക് ഇങ്ങനെ ഈ റാഗിയുടെ തൊലിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റൊമക്ക് ഇഷ്യൂസ് ഉണ്ടാവും, അലർജി പോലെ. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ റാഗി തൊലി കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ഗുണമുള്ളതാണ്. റാഗിയുടെ തൊലിയിലും നല്ല ഗുണമുള്ളത് തന്നെയാണ്. അപ്പോൾ കുറച്ച് വെള്ളവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പം ഞാനിത് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിരുന്ന ദോശമാവാണ്. ഇതിനകത്തോട്ട് ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ചെറുപയറും റാഗിയൊക്കെ ചേർത്തിട്ടെ കൂടുതൽ അളവിൽ നമുക്ക് മാവ് ആക്കി വെക്കാൻ പറ്റത്തില്ല. 2 ദിവസം ഫ്രിഡ്ജിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. ദോശമാവ് നേരത്തെ അരച്ച് വയ്ക്കുക, എന്നിട്ട് ആവശ്യത്തിന് മാവെടുത്ത് അതിനകത്തോട്ട് ഇതുപോലെ റാഗി ചെറുപയറും ഒക്കെ അരച്ച് ചേർക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. ദോശ ഇഡ്ഡലി ഏത് വേണമെങ്കിലും ഉണ്ടാക്കാവേ. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് ഞാൻ അധികം ലൂസാക്കുന്നില്ല, ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. നല്ല കട്ടിക്ക് തന്നെ മാവ് റെഡിയാക്കി എടുക്കുകയാണ്. ഇതിന് പകരം ഫ്ലാക്സ് സീഡ് ചേർത്തും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ദോശമാവിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൊടിച്ചു വെച്ചിട്ട് അത് ചേർത്തും ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കാം. ഇതേ മാവ് വെച്ച് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. കുറച്ചൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ദോശ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് നെയ്യും കൂടെയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനായാലും കഴിക്കുമ്പോൾ ചെറിയൊരു ചെറുപയറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, നല്ലതാണ്. ഇതിൻ്റെ കൂടെയുള്ള ചട്നിയും ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാമ്പാർ കൂട്ടി കഴിക്കാനാണ് ഇഡ്ഡലി ഏറ്റവും ടേസ്റ്റ്. എന്നാലും ഞാൻ ഇന്നിപ്പം സാമ്പാർ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചട്നിയിൽ ഇതേ നോക്കിക്കേ, ബീട്രൂട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഒരു തക്കാളി, സവോള, ഇഞ്ചി ഇത്രയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടിൻ്റെ പകുതി, ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് വേണ്ടത്. സവോളയും തക്കാളിയും ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തു. ബീട്രൂട്ടും ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് നമ്മളൊന്ന് വഴറ്റി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും. ബീട്രൂട്ട് അല്ലെങ്കിൽ കുറച്ച് വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി കണ്ടോ, നല്ല സൂപ്പറായിട്ട് പൊങ്ങി, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. നമ്മൾ ആ മാവിലോട്ട് ഈ ചെറുപയറൊന്നും ചേർത്തത് കൊണ്ട് ഇഡ്ഡലി കട്ടിയായി പോകത്തില്ല. വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാനിലോട്ട് സവോളയും ഇഞ്ചിയും ആദ്യം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇഡ്ഡലി ഉണ്ടാക്കിയ അതേ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഒരു പാൻ കഴുകിയാൽ മതി. എല്ലാ ഇഡ്ഡലി തട്ടും എല്ലാം കൂടെ എടുത്ത് കഴുകാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ സവോളയും ഇഞ്ചിയും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച ചുവ മാറിയാൽ മതി. ഇനി ഇതിൽ നമുക്ക് തക്കാളി അരിഞ്ഞതും ക്യാരറ്റും ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് വേവാനായിട്ട് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും സമയം വേണ്ട. നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കുക. ഈ വെളുത്തുള്ളിയും കൂടെ വേണമെങ്കിലും ഈ ഒരു ചട്നിയിൽ ചേർക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ഇഞ്ചി മാത്രം ചേർക്കുന്ന ഒരു ടേസ്റ്റാണ് ഇഷ്ടം.
അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഏറ്റവും ചെറിയ തീയിൽ 2-3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ആ ചമ്മന്തിക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സ്റ്റൗ ഓഫ് ചെയ്തു. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. നല്ല ചൂടല്ലേ, നമുക്കിനി ഇത് മിക്സി ജാറിലിട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ ചേർത്ത് അരയ്ക്കണം. അപ്പോൾ ഇതൊന്ന് ചൂട് മാറട്ടെ. അപ്പോഴേക്കും എന്താ ഇഡ്ഡലി ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് തട്ടുന്ന മാറ്റാം. ഈസി ആയിട്ട് തട്ടുന്ന ഇളകി വരും. കണ്ടോ, ഒട്ടും മുട്ടിയൊന്നും പിടിക്കത്തില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഹെൽത്തി ഇഡ്ഡലിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഈ തട്ടിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നേ. നല്ലെണ്ണ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പം നല്ലെണ്ണയുടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ കിട്ടും. പിന്നെ നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ഒരു മിക്സി ജാറിലോട്ട് ഏകദേശം ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് അളവിൽ തേങ്ങ കേട്ടോ. തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവേ ഈ ചട്നിയിൽ. അതിൻ്റെ കൂടെ നമ്മൾ വഴറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ എരിവിനായിട്ട് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. വേണമെങ്കിൽ ഇപ്പോൾ പുളി ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം വാളംപുളിയും കൂടെ ഇട്ടാലും നല്ലതായിരിക്കും. ഞാൻ പുളി ചേർത്തിട്ടില്ല, തക്കാളി ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തു. നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ലൊരു കളറാണ് കേട്ടോ ഈ ചട്നിക്ക്. അതായത് പിങ്കും ഓറഞ്ചും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് നല്ല കട്ടിക്ക് തന്നെ കഴിക്കാൻ, സാമ്പാറിൻ്റെ കൂടെ നല്ല കട്ടിയൊരു ചട്നിയായിട്ട് കഴിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. നമ്മൾ ഈ വെള്ളച്ചമ്മന്തി അല്ലെങ്കിൽ ചുവന്ന ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ലൂസാവരുത്. കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഇത് ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ചമ്മന്തി എന്ന് പറയാമല്ലേ, ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ റാഗിയും ചെറുപയറും ഒക്കെ ചേർത്ത് ഇഡ്ഡലിയും ഈ വെജിറ്റബിൾസൊക്കെ ചേർത്ത് ചട്നിയും കൂടെ ആകുമ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ടേസ്റ്റിലും കോംപ്രമൈസ് ഒന്നുമില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇനി സ്കൂളിൽ പോകുന്നതിൻ്റെ തിരക്കുകളാണ് കേട്ടോ. ബസ് എത്തുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിപ്പിച്ച് വിടുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഇത്രയൊക്കെ ഉണ്ടാക്കിയാൽ പോരല്ലോ, ഇത് കഴിക്കുകയും വേണ്ടേ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വായിലൊക്കെ വെച്ച് കൊടുത്ത് അത്യാവശ്യമൊക്കെ ഒന്ന് കഴിപ്പിച്ച് വിടും. മോൻ്റെ സ്കൂൾ ലഞ്ച് ഇന്ന് എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നില്ല. ഇന്നലെ ഞാനൊരു തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ മോൻ്റെ ലഞ്ച്. മോള് സ്കൂളിൽ നിന്നാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കൊണ്ടുപോകണ്ട.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ്, എൻ്റെ ഡെയിലി മോർണിംഗ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവരെയും സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞ് ഇനി എനിക്കിന്ന് അയക്കാനുള്ള അനോഖയിൽ അയക്കാനുള്ള പാക്കേജസിൻ്റെ എല്ലാം പ്രിൻ്റ് ഔട്ട്സും അഡ്രസ്സുകളും ഒക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാനിനി എൻ്റെ ജോലികളിലോട്ട് കടക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം.